ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ ഒരാളായി എന്നെയും ചേർക്കുക. അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സത്യം പറഞ്ഞാൽ തലേ ദിവസം രാത്രി ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഈ ട്രിപ്പിനെ കുറിച്ചുള്ള ഒരു സന്തോഷമായിരുന്നു. ചില സമയത്തൊക്കെ നമ്മളും അങ്ങനെയാണ് കേട്ടോ. തലേ ദിവസം നമുക്ക് പിറ്റേന്ന് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വിശേഷങ്ങളോ അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, ഉറക്കം വരികയില്ല. പിന്നെ അതിനെക്കുറിച്ചായിരിക്കും ചിന്ത. പണയക്കടവിലാണ് ബസ് വരുന്നത്. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായ കുടിക്കാൻ കേട്ടോ. അങ്ങനെ ഒരു 3-3:15 മണി ആയിട്ടുണ്ട്. നമ്മൾ പണയക്കടവിലോട്ട് സ്കൂട്ടിയിൽ നമ്മൾക്ക് നാത്തൂന് ഫാമിലിയും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ പിന്നെ ട്രിപ്പ് അടിച്ചു കേട്ടോ വണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂത്ത നാത്തൂൻ്റെ വീട്ടിൽ വണ്ടി ഒതുക്കാനായിട്ട് അവരെല്ലാവരും പോയി. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ഇത് കടയ്ക്കൽ നിലമേൽ സിയോൺ എന്ന് പറയുന്ന ബസ്സിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ട്രിപ്പ് പോകാൻ പോകുന്ന. അടിപൊളിയാകും, വണ്ടിക്കകത്ത് അടിപൊളി ലൈറ്റും കാര്യങ്ങളും കേട്ടോ. ഞാൻ ഇതേ കണക്ക് കുറേ നാളായി, ഒരു 4 വർഷത്തോളമെങ്കിലും ആകും കേട്ടോ ഇതേപോലെ ടൂറിസ്റ്റ് ബസ്സിൽ ഒരു യാത്ര പോയിട്ട്. കൂടുതലും നമുക്ക് അറിയാവുന്നവർ തന്നെയായിരുന്നു കേട്ടോ ബസ്സിനകത്ത് ഉണ്ടായിരുന്നത്. കുറച്ച് പേരെ മാത്രമേ നമുക്ക് അറിയാത്തവരായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഇതില്ലായിരുന്നു, നല്ല ചില്ലായിരുന്നു അറിയാവുന്നവരായതുകൊണ്ട്. ഇവിടെ ഒരാൾ ഇവിടെയൊക്കെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ബസ്. കയറിയ പാടേനെ നാത്തൂനും ടീംസും ഒക്കെ അത്യാവശ്യം ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. കയറണം. പിന്നെ നമ്മൾ ടീ കുടിക്കാനായിട്ടൊരു സ്ഥലത്തെത്തി കേട്ടോ. അവിടെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. നമ്മൾ കോട ഇറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് തർക്കങ്ങളും സംസാരങ്ങളൊക്കെ വന്നു. ട്രിപ്പ് ക്യാൻസലായി പോകുമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചു. കാരണം പറഞ്ഞ സ്ഥലമല്ലെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് 1-2 പറഞ്ഞ് കുറച്ച് സംസാരവും കാര്യങ്ങളും കുറച്ച് പേരായിട്ടൊക്കെ വന്നു. അതിൻ്റെ ഇടയിൽ ഹെൽത്ത് മുഖ്യം ബിഗിലേ എന്നുള്ള രീതിയിൽ ചേട്ടനും അവൻ്റെ മോനും കൂടെ കടയിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുകയാണ് കേട്ടോ. കാപ്പി കുടിക്കാനായിട്ട് നിർത്തിയതല്ല, ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. അവർ അതിൻ്റെ ഇടയിൽ ഇലയിടയും അതും ഇതൊക്കെ മേടിച്ച് കഴിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മളിതാ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് വന്നു. പക്ഷെ അതൊന്ന് വീഡിയോ ആയിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ അതും കൂടി ഇതിൽ ചേർത്തു. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുണ്ടക്കയത്തെത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ നേരത്തെ ഞാൻ മുമ്പ് എപ്പോഴോ വന്നിട്ടുണ്ടായിരുന്നപ്പോൾ അവിടെ സത്യത്തിൽ നല്ല വെള്ളമായിരുന്നു. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം എന്തോ ഒരു വൃത്തിക്കുറവുള്ള പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തതല്ല, ചെറിയ എന്തൊക്കെയോ ഒരു വൃത്തിക്കുറവുണ്ട്. പക്ഷേ നല്ലൊരു സ്ഥലമാണ് കേട്ടോ മുണ്ടക്കയം. അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ നല്ല വെള്ളവും ചെറിയ ചെറിയ നീർച്ചാലി പോലുള്ള കുഞ്ഞരുവികളും എല്ലാം ഉണ്ട് കേട്ടോ. കുഞ്ഞു അരുവികൾ, ചെറിയ നീർച്ചാലി പോലെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബസ്സിൽ കയറി. അപ്പം നമ്മളിത് പോകുന്നത് ഏലപ്പാറയിലോട്ടാണ് കേട്ടോ. ഈ വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. കാണുക. അപ്പോൾ അവിടെ ഒരു തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സന്തോഷങ്ങളും ദുഃഖങ്ങളും നിങ്ങളെ പങ്കുവയ്ക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോകൾ എല്ലാവരും നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് എല്ലാവരും തീർച്ചയായിട്ടും കാണുക.